ഹായ് ഫ്രണ്ട്സ്, നോളജ് ഫാക്ടറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മെയ് 30 കുറച്ച് കറണ്ട് അഫയേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ആദ്യത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് തന്നെ പോകാം. Who has become the first Indian to be elected as the president of International Narcotics Control Board? ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡിൻ്റെ പ്രസിഡൻ്റ് ആവുന്ന ഫസ്റ്റ് ഇന്ത്യൻ ആരെന്നാണ് ചോദ്യം. ഉത്തരം ജഗ്ജിത്ത് പാവാഡിയ ആണ്. ഓക്കെ, അപ്പോൾ ജഗ്ജിത്ത് പാവാഡിയ ആണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ഇന്ത്യൻ ടു ബിക്കം ദ പ്രസിഡൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോളിൻ്റെ പ്രസിഡൻ്റ് ആവുന്ന ഫസ്റ്റ് ഇന്ത്യക്കാരനെന്ന് പറയുന്നത് ജഗ്ജിത്ത് പാവാഡിയയാണ്. ഓക്കെ, അപ്പോൾ ജഗ്ജിത്ത് പാവാഡിയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ജഗ്ജിത്ത് എന്ന് പറയുന്നത് ഫോർമർ നാർക്കോട്ടിക്സ് കമ്മീഷണർ ഓഫ് ഇന്ത്യയാണ്. അതേപോലെ തന്നെ റിട്ടയർ ആയിട്ടുള്ള IRS ഇന്ത്യൻ റവന്യൂ സർവീസിൻ്റെ അല്ലെങ്കിൽ കസ്റ്റംസിൻ്റെ IRS ഓഫീസറായിരുന്നു. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഇൻ്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് എലക്ട് ചെയ്തതും അതേപോലെ അതിൻ്റെ അതിൻ്റെ ഇപ്പോഴത്തെ നിലവിലത്തെ ഹെഡായിട്ട് സ്റ്റേ ചെയ്യുന്നതും ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുമാത്രമല്ല, ഷീ ഈസ് എ ഫസ്റ്റ് ഇന്ത്യൻ ടു ബി ഹെഡിങ് ദ വിയന്ന ബേസ്ഡ് ഓർഗനൈസേഷൻ ആൻഡ് സെക്കൻഡ് വിമൻ ടു ഹോൾഡ് ദിസ് ഓഫീസ്. ഓക്കെ, അപ്പോൾ വിയന്ന ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇൻ്റർനാഷണൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിയന്ന ബേസ്ഡ് ഓർഗനൈസേഷൻ്റെ ഹെഡാവുന്ന ഫസ്റ്റ് ഇന്ത്യക്കാരനും അതേപോലെ തന്നെ രണ്ടാമത്തെ വിമനുമാണ് ആര്, ജഗ്ജിത്ത് പാവാഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വിയന്നയിലെ ഓസ്ട്രിയയാണ്. ഇതിൻ്റെ നിലവിലത്തെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് കോർണിസ് പേഡി ജോർഷയാണ്. ഇൻ്റർനാഷണൽ നാർക്കോട്ടിക്സ് ബോർഡിൻ്റെ രൂപീകരിച്ച വർഷം എന്ന് പറയുന്നത് 1968. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. വേൾഡ് ഹങ്കർ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ വിച്ച് ഡേ? അപ്പോൾ വേൾഡ് ഹങ്കർ ഡേ എന്നാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതെന്നാണ് ആചരിക്കുന്നതെന്നാണ് ചോദ്യം. ഉത്തരം മെയ് 28 ആണ്. മെയ് 28 നമ്മൾ വേൾഡ് ഹങ്കർ ഡേ ആചരിക്കുന്നത്. അപ്പോൾ എന്താണ് വേൾഡ് ഹങ്കർ ഡേ എന്ന് നോക്കാം. ഇത് ഗ്ലോബലി ഒബ്സർവ് ചെയ്യുന്ന ഒരു ദിവസമാണ് വേൾഡ് ഹങ്കർ ഡേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മെയ് 28 കൺസിഡർ ചെയ്യുന്നത്. മാത്രമല്ല, ഇതിൻ്റെ ഒരു അവയർനെസ്, ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ്, ഏകദേശം 820 മില്യൺ പീപ്പിൾ എന്ത് ചെയ്യാണ് ഇപ്പോഴും ക്രോണിക് ഹങ്കർ അല്ലെങ്കിൽ വിശപ്പിൽ തന്നെയാണ് ലോകത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു അവയർനെസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞുകൊണ്ട് 2011 തുടങ്ങിയതാണ് വേൾഡ് ഹങ്കർ ഡേ എന്ന് പറയുന്നത്. ഇത് അവയർനെസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് മാത്രമല്ല, ടു സോൾവ് ദ ഹങ്കർ ആൻഡ് പോവർട്ടി ത്രൂ സസ്റ്റൈനബിൾ അണ്ടർടേക്കിങ്സ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഹങ്കറിനെ മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യവും എന്തുണ്ട്, വേൾഡ് ഹങ്കർ ഡേക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് 107 രാജ്യങ്ങളിൽ 97 സ്ഥാനമാണ് എന്ത് ചെയ്യുന്നത്, ഈ പട്ടിണിയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 94 സ്ഥാനമാണ് 107 രാജ്യങ്ങളിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും നമുക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഹൂ ഈസ് ഓതർ ഓഫ് ദ ബുക്ക് ദ സ്പിരിച്വൽ CEO? ദ സ്പിരിച്വൽ CEO എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരെന്നാണ് ചോദ്യം. ഇതേതിൻ്റെ പേര് S. പ്രകാശ് എന്നാണ്. അപ്പോൾ S. പ്രകാശിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, ദ സ്പിരിച്വൽ CEO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ സ്പിരിച്വൽ CEO എന്ന് പറയുന്ന ആരുടെ പുസ്തകമാണ്, S. പ്രകാശിൻ്റെ പുസ്തകമാണ്. അപ്പോൾ നാലാമത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. ദ വിമൻ and Children Development Ministry has decided to set up one-stop centers in how many countries to help Indian women facing violence in abroad? ഓക്കെ, അപ്പോൾ പുറം രാജ്യങ്ങളിൽ ഇന്ത്യൻ വിമൻസ് ഒരുപാട് ഇന്ത്യൻ വിമൻസ് ഇപ്പോഴും വയലൻസിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ എതിർക്കുന്നതിന് വേണ്ടി വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി എന്ത് ചെയ്തിട്ടുണ്ട്, വൺ സ്റ്റോപ്പ് സെൻറ്റർ എന്ന് പറയുന്നൊരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര രാജ്യങ്ങളിൽ കൊണ്ടുവരാനാണ് ഇവരെ ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദ്യം. ഉത്തരം 9 ആണ്. അപ്പോൾ 9 രാജ്യങ്ങളിലാണ് ഇന്ത്യയുടെ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയുടെ കീഴിൽ പുറം രാജ്യങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകളെ രക്ഷിക്കാനും അവരെ ഇന്ത്യയിലോട്ട് കൊണ്ടുവരാനും വേണ്ടിയുള്ള ദ വൺ സ്റ്റോപ്പ് സെൻറ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ടുവരുന്നത് 9 രാജ്യങ്ങളിലാണ്. അപ്പോൾ ഏതൊക്കെയാണ് 9 രാജ്യങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് സൗദി അറേബ്യ, രണ്ടാമത്തേത് ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, UAE, ഓസ്ട്രേലിയ, കാനഡ, സിംഗപ്പൂർ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 9 രാജ്യങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, വൺ സ്റ്റോപ്പ് സെൻറ്റർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നത്. അപ്പോൾ രാജ്യങ്ങൾ ഏതൊക്കെയാണ്, സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, UAE, ഓസ്ട്രിയ, കാനഡ ആൻഡ് സിംഗപ്പൂർ. മെയിൻലി ഇത് അറബ് രാജ്യങ്ങളിലാണ് ഇതിൻ്റെ ഒരു ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്.
അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. എറിക് കാർലെ ഹു പാസ്ഡ് അവേ റീസെൻ്റ്ലി വാസ് റിനൗണ്ട് ഹും. ഓക്കെ, അപ്പോൾ ഇതാണ് എറിക് കാർലെ. ഇദ്ദേഹമാണ് ഈ ഇടയ്ക്ക് മരിച്ചു പോയത്. അപ്പോൾ ഇദ്ദേഹം ഏത് ഫീൽഡിലാണ് ഫേമസ് എന്നാണ് ചോദ്യം. ഇദ്ദേഹം ഒരു ഓഥറാണ്. ഓക്കെ, ഇദ്ദേഹം ഒരു കഥാകൃത്താണ്. അപ്പോൾ എറിക് കാർലെ ആരാണ്? ഹീസ് എൻ ഓഥർ. ഓക്കെ, അപ്പോൾ ആറാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുന്നേ നിങ്ങളുടെ എറിക് കാർലെ ഏത് രാജ്യക്കാരനാണെന്ന് കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആറാമത്തെ ചോദ്യം, ഹു ഹാസ് ബീൻ കൺഫേർഡ് വിത്ത് സ്പെയിൻസ് ടോപ്പ് പ്രിൻസസ് ഓഫ് ഓസ്ട്രിയാസ് അവാർഡ് ഇൻ സോഷ്യൽ സയൻസ് കാറ്റഗറി. അപ്പോൾ സോഷ്യൽ സയൻസ് കാറ്റഗറിയിൽ സ്പെയിനിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള അവാർഡായിട്ടുള്ള പ്രിൻസസ് ഓഫ് ഓസ്ട്രിയാസ് അവാർഡ് കിട്ടിയിട്ടുള്ള ഇന്ത്യക്കാരൻ ആരെന്നാണ് ചോദ്യം, അല്ലെങ്കിൽ അത് കിട്ടിയ ആരെന്നാണ് ചോദ്യം. ഉത്തരം അമർത്യ സെന്നാണ്. ഓക്കെ, അപ്പോൾ അമർത്യ സെൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയിട്ടൊരു വേൾഡ് ഫേമസ് ആയിട്ടും അതേപോലെ ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റാണ് ആരെന്ന് പറയുന്നത് അമർത്യ സെൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ സ്പെയിനിലെ ഏറ്റവും ടോപ്പ് അവാർഡായിട്ടുള്ള പ്രിൻസസ് ഓഫ് ഓസ്ട്രിയാസ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹമാണ് അമർത്യ സെൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏഴാമത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. എ ന്യൂ സ്പീഷീസ് ഓഫ് ആഫ്രിക്കൻ വയലറ്റ്സ് വാസ് റീസെൻ്റ്ലി ഡിസ്കവേർഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്. ഓക്കെ, ഇതാണ് ആഫ്രിക്കൻ വയലറ്റ്സ്. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ചെടുക്കാൻ പറ്റുന്നവർ വായിച്ചെടുക്കുക, എനിക്കിതിൽ വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എ ന്യൂ സ്പീഷീസ് ഓഫ് ആഫ്രിക്കൻ വയലറ്റ്സ് വാസ് റീസെൻ്റ്ലി ഡിസ്കവേർഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്. അപ്പോൾ ഇതാണ് ആഫ്രിക്കൻ വയലറ്റ്സ് എന്ന് പറയുന്നത് പോവുക. അപ്പോൾ ഇതിനെ റീസെൻ്റ്ലി ഡിസ്കവർ ചെയ്തത് ഏത് സ്റ്റേറ്റിലെന്നാണ് ചോദ്യം. ഉത്തരം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള മിസോറാമിലാണ്. ഓക്കെ, അപ്പോൾ മിസോറാമിലാണ് ആഫ്രിക്കൻ വയലറ്റ്സ് എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ സ്പീഷീസ് ആയിട്ടുള്ള ഒരു പൂവ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ എട്ടാമത്തെ ചോദ്യം, the Union Minister Kiran Rijiju has recently launched which portal to support both Ayush practitioners and the general public. ആയുഷ് പ്രാക്ടീഷണേഴ്സിനെയും അതേപോലെ ജനറൽ പബ്ലിക്കിനെയും സഹായിക്കുന്നതിന് വേണ്ടി യൂണിയൻ മിനിസ്റ്റർ കിരൺ റിജിജു റീസെൻ്റ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള പോർട്ടലിൻ്റെ പേരെന്തെന്നാണ് ചോദ്യം. ഉത്തരം ആയുഷ് കോമൺ ഇൻഫർമേഷൻ പോർട്ടലാണ്. ഓക്കെ, ഇപ്പോൾ ആയുഷ് കോമൺ ഇൻഫർമേഷൻ പോർട്ടലാണ് യൂണിയൻ മിനിസ്റ്റർ കിരൺ റിജിജു എന്ത് ചെയ്തിട്ടുള്ളത്, ആയുഷ് പ്രാക്ടീഷണേഴ്സിനെ അതേപോലെ ജനറൽ പബ്ലിക്കിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ള പോർട്ടലാണ് എന്ത്, ആയുഷ് കോമൺ ഇൻഫർമേഷൻ പോർട്ടൽ. ഒൻപതാമത്തെ ചോദ്യം, ഖാസി നസൂൽ ഇസ്ലാം whose 122 birth anniversary was observed recently known as national poet of which country. ഇതാണ് ഖാസി നസൂൽ ഇസ്ലാം എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 122ാമത്തെ ബർത്ത് ആനിവേഴ്സറിയാണ് ഇപ്പോൾ ആചരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഏത് നാഷണൽ പോയിട്ടാണ് കണക്കാക്കുന്നതെന്നാണ് ചോദ്യം. ഉത്തരം ബംഗ്ലാദേശാണ്. അപ്പോൾ ബംഗ്ലാദേശിലെ നാഷണൽ പോയിട്ടാണ് ആരെന്ന് പറയുന്നത്, ഖാസി നസ്രുൽ ഇസ്ലാം എന്ന് പറയുന്നത്. ഖാസി നസ്രുൽ ഇസ്ലാമാണ് ബംഗ്ലാദേശിലെ നാഷണൽ പോയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബർത്ത് ആനിവേഴ്സറിയാണ് ഈയിടയ്ക്കുണ്ടായത്. അപ്പോൾ പത്താമത്തെ ചോദ്യം, വിച്ച് കമ്പനി ഹാസ് ലോഞ്ച് സ്കൂൾ ഓഫ് ഹോപ്പ് ആൻഡ് എംപവർമെൻറ്റ്, അല്ലെങ്കിൽ ഷീ എന്നറിയപ്പെടുന്നത്. നമുക്ക് സ്കൂൾ ഓഫ് ഹോപ്പ് ആൻഡ് എംപവർമെൻറ്റിനെ ഷീ എന്നാണ് അറിയപ്പെടുന്നത്. 2021 യുനെസ്കോ വേൾഡ് കോൺഫറൻസ് ഓൺ എഡ്യൂക്കേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ യുനെസ്കോയുടെ 2021 കോൺഫറൻസ് ഓൺ എഡ്യൂക്കേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ സ്കൂൾ ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കൊണ്ടുവന്ന കമ്പനി എന്നാണ് ചോദ്യം. ഉത്തരം ടാറ്റ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ടാറ്റ കമ്മ്യൂണിക്കേഷൻ്റെതാണ് സ്കൂൾ ഓഫ് ഹോപ്പ് ഓഫ് എംപവർമെൻറ്റ് അല്ലെങ്കിൽ ഷീ എന്ന് പറയുന്ന പ്രോഗ്രാം. ഇത് 2021 യുനെസ്കോ വേൾഡ് കോൺഫറൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലാണ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് കൊണ്ടുവരുന്നത്. 11ാമത്തെ ചോദ്യം, സ്മാർട്ട് കിച്ചൺ സ്കീം ഈസ് ഓഫ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്. അപ്പോൾ സ്മാർട്ട് കിച്ചൺ സ്കീം കൊണ്ടുവരുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് എന്നാണ് ചോദ്യം. ഉത്തരം കേരളമാണ്. അപ്പോൾ കേരളയിലാണ് സ്മാർട്ട് കിച്ചൺ സ്കീം വരുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്മാർട്ട് കിച്ചൺ സ്കീം എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് എയിംസ് ടു റെഡ്യൂസ് വർക്ക് ലോഡ് ഓഫ് വിമൻ ഡൊമസ്റ്റിക് ലേബർ. അപ്പോൾ സ്ത്രീകളുടെ വർക്ക് ലോഡ് കുറയ്ക്കുക എന്ന് പറയുന്നതാണ് ഈ സ്മാർട്ട് കിച്ചൺ സ്കീമിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഇത് വരാൻ പോകുന്നത് ജൂലൈ 10 2021 ഇത് വരാൻ പോകുന്നത്. അതേപോലെ ഇതിൻ്റെ എയിം എന്താണ്, സ്ത്രീകൾക്ക് അല്ലെങ്കിൽ വിമൻസിന് ലോൺ കൊടുക്കുക എന്നുള്ളതാണ്. അടുത്തുള്ള ബാങ്കുകളിൽ നിന്നും അതേപോലുള്ള സ്മോൾ സ്കെയിൽ സെക്ടേഴ്സിൽ നിന്നും ഇവർക്ക് ലോൺ കൊടുത്തുകൊണ്ട് വളരെ കുറഞ്ഞ പലിശയിൽ ലോൺ കൊടുത്തുകൊണ്ട് കിച്ചനെയും അതേപോലെ അനുബന്ധിത ആവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് എന്തെന്ന് പറയുന്നത്, സ്മാർട്ട് കിച്ചൺ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 12ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഇതൊരു സർവീസാണ്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് നോക്കാം. രക്ഷാമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ രാജ്നാഥ് സിംഗ് ഹാസ് ലോഞ്ച് സർവീസ് സെക്ടർ അസിസ്റ്റൻസ് ആൻഡ് ടെലി കൺസൾട്ടേഷൻ അല്ലെങ്കിൽ CHAT എന്ന് പറയാം. ഇറ്റ്സ് ആൻ OPD പോർട്ടൽ ത്രൂ ദ വീഡിയോ കോൺഫറൻസിങ് ആൻഡ് ദ മെയിൻ മോട്ടീവ് ഓഫ് ദ പോർട്ടൽ ഈസ് ടു പ്രൊവൈഡ്
telemedicine service to serving armed forces personnel, വെറ്ററൻസ് ആൻഡ് ദെയർ ഫാമിലീസ്. ഓക്കെ, അപ്പോൾ ആംഡ് ഫോഴ്സസ് അല്ലെങ്കിൽ നമ്മുടെ പട്ടാളക്കാർക്കും അതേപോലെ സേനാ വിഭാഗത്തിലുള്ളവർക്കും വേണ്ടി അവർക്ക് മെഡിസിനും അതേപോലെ അനുബന്ധിക ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് കൊണ്ടുവന്നൊരു പോർട്ടലിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് സർവീസ് ഇ ഹെൽത്ത് അസിസ്റ്റൻസ് ആൻഡ് ടെലി കൺസൾട്ടേഷൻ പോർട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഡൗട്ടില്ലാന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ജസ്റ്റ് ഒരു ഫാക്റ്റാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പോൾ 13ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഓൺ വിച്ച് ഡേ വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ ഡേ ഈസ് ഒബ്സർവ്ഡ്? ഓക്കെ, അപ്പോൾ വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ ഡേ ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ്? മെയ് 28. ഓക്കെ, അപ്പോൾ മെയ് 28 വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊരു 10 റിവിഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് അതിലൂടെ പോകാം. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് എ ന്യൂ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ആമസോൺ? നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡി ജസിയാണ് എന്ത് ചെയ്യുന്നത്? പുതിയ CEO ആയിട്ട്, ആമസോണിൻ്റെ പുതിയ CEO ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ആരായിരുന്നു? ജെഫ് ബെസോസ് ആയിരുന്നു. അപ്പോൾ ഹു ഹാസ് ബീൻ സെലക്റ്റഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ? അജയ് സിംഗിനെയാണ് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റായിട്ട് എലക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ വിച്ച് കൺട്രി ഹാസ് ടോപ്ഡ് ദ മെഡൽ ടാലി ഓഫ് ഫസ്റ്റ് ഏഷ്യൻ ഓൺലൈൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ്? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഏഷ്യൻ ഓൺലൈൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യയാണ്. അതേപോലെ യെസ് മാൻ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് റേന കപൂർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് പ്രവീൺ സി ലാലാണ്. അതേപോലെ ഏത് ഡിസ്ട്രിക്റ്റാണ് ഹാസ് റാങ്ക്ഡ് ദ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് റിലീസ്ഡ് ബൈ നീതി ആയോഗ്? ഓക്കെ, നീതി ആയോഗിൻ്റെ ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന ഒരു പദവിയിലോട്ട് എത്തിയത് സരസ്വതി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റാണ്. അതേപോലെ ഇന്ത്യയുടെ യങ്ങസ്റ്റ് ഫീമെയിൽ പൈലറ്റ് എന്ന് പറയുന്നത് മലയാളിയായിട്ടുള്ള ഐഷ അസീസാണ്. അതേപോലെ ഈ ക്യാബിനറ്റ് ആദ്യമായിട്ട് കൂടുന്ന ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശാണ്. ബ്യൂട്ടിഫുൾ തിങ്സ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ഹണ്ടർ ബെയ്ഡനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തണ്ടർസ്റ്റോം റിസർച്ച് സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഒഡീഷയിലാണ്. അതേപോലെ 5ാമത്തെ ടൈഗർ റിസർവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലെ 5ാമത്തെ ടൈഗർ റിസർവാണ് ശ്രീവിലപുത്തൂർ മേഘമാലൈ. ശ്രീവിലപുത്തൂർ മേഘമാലൈ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ 5ാമത്തെ ടൈഗർ റിസർവാണ്. അതേപോലെ തന്നെ which has been named by Oxford Language as Hindi Word of the Year 2022. ഹിന്ദി വേർഡ് ഓഫ് ദ ഇയർ 2022 ആയിട്ട് ഓക്സ്ഫോർഡ് ലാംഗ്വേജസ് കൺസിഡർ ചെയ്തിട്ടുള്ള വാക്കെന്ന് പറയുന്നത് ആത്മനിർഭാരത എന്ന് പറയുന്നതാണ്. ഓക്കെ, ആത്മനിർഭാരത നമ്മുടെ ആത്മനിർഭർ ഭാരതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ആത്മനിർഭാരത. നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആവണമെന്ന് പറയുന്നൊരു വാക്കാണ് ആത്മനിർഭാരത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വിസ് ക്വസ്റ്റ്യനിലോട്ട് തന്നെ പോകാം. UEFA ചാമ്പ്യൻഷിപ്പ് ലീഗിൽ 2021 വിന്നേഴ്സ് ആരെന്നായിരുന്നു? ഇന്നലെയായിരുന്നു മത്സരം എന്ന് പറയുന്നത്. അപ്പോൾ UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ 2021 വിന്നർ ആരെന്നാണ് ചോദ്യം. ഇതാണ് ആ ടീം എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നലത്തെ വിന്നറിനെ അറിയാനായിട്ട് ഇന്നലത്തെ വീഡിയോയിൽ നോക്കുക. അപ്പോൾ നമ്മൾ കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും തീർച്ചയായും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഗുഡ് ബൈ.